ബയോളജിയുടെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലേണിംഗ് ഡിസബിലിറ്റീസ് അഥവാ പഠന വൈകല്യങ്ങൾ. അപ്പൊ ചില കുട്ടികൾക്ക് പഠിക്കുന്നതിൽ പല ബുദ്ധിമുട്ടുകളും നേരിടലുണ്ടാവും. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ പല തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല പഠിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ചില കുട്ടികൾക്ക് പഠന വൈകല്യങ്ങൾ ഉണ്ടാവും. അത് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അത് കണ്ടുപിടിക്കുക, അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക ഒക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഈ ഒരു ടോപ്പിക്കിന് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിലും കാണാറുണ്ട്. ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റി. ഇപ്പൊ കേട്ടറ്റ് എക്സാം തന്നെ എടുത്തു നോക്കുമ്പോൾ കേട്ടറ്റ് ഏത് കാറ്റഗറി ആയിക്കോട്ടെ അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ത് പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം എന്താ പഠന വൈകല്യം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിന്റെ പ്രത്യേക ടൈപ്പുകൾ, ഏതൊക്കെ തരത്തിലുള്ള പഠന വൈകല്യങ്ങളാണ് കുട്ടികളിൽ കണ്ടുവരുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് 5 പഠന വൈകല്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 5 എണ്ണം പഠിക്കുക. ഇത് എക്സാമിന് ഈ ഒരു പഠന വൈകല്യം ഏതാണ് എന്നൊന്നും അല്ല ചോദിക്കുക. പകരം നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തരും. ആ സിറ്റുവേഷനിൽ ഇപ്പൊ കുട്ടിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയെങ്കിൽ അവിടെയുള്ള പഠന വൈകല്യം ഏത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ പഠന വൈകല്യം എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ ആണ്. നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പഠന വൈകല്യങ്ങളിൽ ഒന്നാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ റീഡിംഗ് ഡിസബിലിറ്റി ആണ്. റീഡിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ വായനാ വൈകല്യം എന്ന് പറയും. ഒരു കുട്ടിക്ക് ഒരു കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസ്സിൽ നിങ്ങൾ ഒരു കുട്ടിക്ക് ഒരു ചാപ്റ്റർ ഒക്കെ വായിക്കാൻ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്ലുവന്റ് ആയിട്ട് വായിക്കാൻ അത് പറ്റുന്നില്ല. അപ്പൊ അതിൽ കുട്ടികൾ നേരിടുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ലെക്സിയ അല്ലെങ്കിൽ റീഡിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് എഴുതാനുള്ള ബുദ്ധിമുട്ട്, റൈറ്റിംഗ് ഡിസബിലിറ്റിനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഇപ്പൊ ചില അക്ഷരങ്ങള് കാര്യങ്ങളൊന്നും കുട്ടിക്ക് അങ്ങോട്ട് വഴങ്ങുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസ്ലെക്സിയ പറഞ്ഞു, വായനാ വൈകല്യം. ഇപ്പൊ കുട്ടിക്ക് വായിക്കാൻ പറ്റിയാൽ തന്നെ, നേരത്തെ പറഞ്ഞു ചാപ്റ്റർ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്, ഇനി കുട്ടി അത് കഷ്ടപ്പെട്ട് തപ്പി തടഞ്ഞ് വായിച്ചു. ഇനി വായിച്ചിട്ട് തന്നെ അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കാൻ ചിലപ്പോൾ ആ കുട്ടിക്ക് സാധിക്കണമെന്നില്ല. അതും ഡിസ്ലെക്സിയക്ക് ഒരു ഉദാഹരണമാണ്. ഓക്കെ, ഇപ്പൊ ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ വായനാ വൈകല്യമാണ്. ഡിസ്ഗ്രാഫിയ എന്ന് വെച്ചാൽ എഴുത്തുപരമായിട്ടുള്ള വൈകല്യം അല്ലെങ്കിൽ റൈറ്റിംഗ് ഡിസബിലിറ്റിനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയ ആ പേരിൽ തന്നെ ഉണ്ട്. കാൽക്കുലിയ എന്ന് പറയുമ്പോൾ കാൽക്കുലസ്, കാൽക്കുലേറ്റർ, ഇതൊക്കെ എന്താ മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഗണിതപരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ, ആ ഒരു അവസ്ഥയാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു കണക്ക് കൂട്ടാൻ കൊടുക്കുന്നു, ആ ഒരു കൂട്ടാനോ കുറയ്ക്കാനോ ഗുണിക്കാനോ അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കുട്ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞ് പഠിപ്പിച്ചിട്ടും ആ കുട്ടിക്ക് ആ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പം ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ ആ കുട്ടിക്ക് എന്തായിരിക്കാം, ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന പഠന വൈകല്യം ആയിരിക്കാം. ഇനി ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളിൽ അവർക്ക് അക്ഷരങ്ങൾ ഇപ്പം പെട്ടെന്ന് അക്കങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഒരു നമ്പറൊക്കെ നമ്മളിപ്പോ ഫോൺ നമ്പറൊക്കെ ഓർത്തു വെക്കില്ലേ, അപ്പൊ അതുപോലെ നമ്പറുകൾ ഓർത്തു വെക്കുക കാര്യങ്ങളൊക്കെ ആ കുട്ടികൾക്ക് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി അതുപോലെയുള്ള വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില കുട്ടികൾക്ക്, ഇപ്പൊ വലിയ കുട്ടികൾ, ഇപ്പൊ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ചിലപ്പോൾ ഈ ക്ലോക്കും വാച്ചും ഒക്കെ നോക്കിയിട്ട് സമയം കറക്റ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് എത്ര നമ്മൾ ബുദ്ധിമുട്ട് പറഞ്ഞാലും എത്ര കഷ്ടപ്പെട്ട് നമ്മൾ അവരെ പഠിപ്പിച്ചാലും അവർക്ക് അത് സാധിക്കാറില്ല.
അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗണിതപരമായിട്ടുള്ള ഡിസബിലിറ്റി, അതിനെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിസ്പ്രാക്സിയ. ഇതാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡിസ്പ്രാക്സ്, ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ആ പേരിൽ നിന്ന് കുറച്ചെങ്കിലും ഐഡിയാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഡിസ്പ്രാക്സിയ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് എന്താണ്, ചലന വൈകല്യമാണ്. ചലന വൈകല്യം എന്ന് വെച്ചാല് ഒരു കുട്ടിക്ക് അവന്റെ എന്താ പറയാ ഇഷ്ടത്തിനനുസരിച്ച് ശരീരം ചലിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പൊ ഒരു സാധനം, ഒരു ഉയരത്തിൽ വെച്ചിട്ടുള്ള ഒരു സാധനം എടുക്കാൻ വേണ്ടി പറയുന്നു, പക്ഷെ അവിടെ കൈ എത്തിച്ച് എടുക്കാൻ ആ കുട്ടിക്ക് പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇടുന്നു, അപ്പൊ അതിന് എന്താ ഒരു പ്രത്യേക രീതിയിലുള്ള ചലനം അവിടെ ആവശ്യമാണ്, കുട്ടിക്ക് അത് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വൈകല്യങ്ങളെയാണ് നമ്മൾ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഇപ്പം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുന്നു, ഓക്കെ, അപ്പം അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ചെയ്യിക്കുന്നു. അപ്പൊ പരീക്ഷണത്തിൽ പ്രത്യേക തരം എന്താ പറയാ ചലനങ്ങൾ അവിടെ ആവശ്യമാണ്. ഇപ്പം ബീക്കർ പിടിക്കണം, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് പിടിക്കണം, ഇതിനൊക്കെ പ്രത്യേക ചലനങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഇതൊന്നും കുട്ടിക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ഒരു പേപ്പർ കട്ട് ചെയ്യാൻ പറയുന്നു കുട്ടിയോട്. അപ്പൊ അത് കട്ട് ചെയ്യാൻ കൃത്യമായിട്ട് ആ ഒരു വരയിലൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് സാധിക്കുന്നില്ല. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്, ഡിസ്പ്രാക്സിയക്ക് ഉദാഹരണമാണ്. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ കളറിംഗ് ബുക്കുകൾ കൊടുക്കാറുണ്ട്. ഇപ്പം ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചിത്രം ഉണ്ടാവും, എന്നിട്ട് ഡിഫറെന്റ് ബോക്സസ് ആക്കിയിട്ട് ഒരു ബോക്സിൽ ഗ്രീന്, ബ്ലൂ, റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് കളേഴ്സ് കൊടുക്കാനുള്ള കളറിംഗ് ബുക്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെറിയ കുട്ടികളിൽ അവർ എത്ര കളർ കൊടുത്താലും കുറച്ചൊക്കെ ആ കള്ളീന്റെ പുറത്തേക്കൊക്കെ പോകും. പക്ഷെ വലുതാകും തോറും അവരെന്ത് ചെയ്യും, മാക്സിമം കറക്റ്റ് ആയിട്ട് ഔട്ട്ലൈൻ ഒക്കെ കൊടുത്ത് അതിന് കറക്റ്റ് ആയിട്ട് അവർ കളർ ചെയ്യും. പക്ഷെ ഈ ഒരു ഡിസ്പ്രാക്സിയ ഉള്ള കുട്ടികളിൽ അവർക്ക് എത്ര ശ്രമിച്ചാലും എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് ആ ഒരു കളർ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അതിനൊക്കെ അവരെന്ത് ചെയ്യുന്നു, ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇനി എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഉദാഹരണമാണ്, ഇപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ ഒരു കുട്ടിക്ക് എത്ര ശ്രമിച്ചിട്ടും സൈക്കിൾ ചവിട്ടാൻ പഠിക്കാൻ പറ്റുന്നില്ല, സൈക്കിൾ ബാലൻസ് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി നേരിടുന്ന പഠന വൈകല്യം ഏതാണ്? നമ്മളിപ്പം ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആദ്യം തന്നെ സൈക്കിൾ ഓടിക്കുമ്പോൾ നമുക്ക് അങ്ങ് ഓടിക്കാനൊന്നും പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനം നമ്മൾ ആ ഒരു ബാലൻസ് കണ്ടെത്തുക ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു പഠന വൈകല്യം, ഡിസ്പ്രാക്സിയ ഉള്ള കുട്ടികൾക്ക് അവർക്ക് എന്താണ്, ചലന വൈകല്യമാണ്. അവര് വിചാരിക്കുന്ന രീതിയിൽ ബോഡി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു സൈക്കിൾ ബാലൻസിന്റെ ചോദ്യം വന്നാലും അവിടെ എഴുതേണ്ടത് ഏതാണ്, ഡിസ്പ്രാക്സിയ ആണ്. ഇനി അടുത്ത ഒന്നാണ് ഡിസ്ഫേസിയ അല്ലെങ്കിൽ അഫേഷ്യ. ഡിസ്ഫേഷ്യ എന്നും പറയും, അതേപോലെ തന്നെ അഫേഷ്യ എന്നും പറയും. ഇത് ഭാഷാപരമായിട്ടുള്ള വൈകല്യം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിസബിലിറ്റിനെയാണ് നമ്മൾ ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ എന്ന് പറയുന്നത്. ഭാഷാപരമായിട്ടുള്ള വൈകല്യം. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു വൈകല്യമുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു ആ കുട്ടിയിൽ ഭാഷ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് എന്തായിരിക്കും, വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദർഭം വിവരിച്ചു കൊടുത്തു. ആ ഒരു വിവരണം അല്ലെങ്കിൽ ആ ഒരു കഥ മനസ്സിലാക്കിയിട്ട് അത് നമ്മളോട് തിരിച്ചൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് സാധിച്ചോളണമെന്നില്ല. അല്ലെങ്കിൽ ആ ഒരു കുട്ടി ഒരു സിനിമ കണ്ടു, അപ്പൊ ആ സിനിമ എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് വേറൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ, ഭാഷയിലൂടെ പറഞ്ഞു കൊടുക്കാൻ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ഭാഷാപരമായ വൈകല്യത്തിനെയാണ് നമ്മൾ ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വൈകല്യങ്ങളാണ്, 5 പഠന വൈകല്യങ്ങൾ നമ്മൾ പഠിച്ചു. ഡിസ്ലെക്സിയ ഉണ്ട്, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ, ഡിസ്ഫേഷ്യ. 1 or 2 പഠിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നില്ല, പക്ഷെ എല്ലാം കൂടെ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്.
അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇതിൽ പേര് തന്നിട്ട് ഏതാന്നൊന്നും ചോദിക്കില്ല. പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ തരും. എന്നിട്ട് ആ സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്തിട്ട് കുട്ടി നേരിടുന്ന പഠന വൈകല്യം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന സമയത്ത് ഈ സെയിം പേര് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുക. മലയാളത്തിൽ അതിന് പ്രത്യേക ടേംസ് കാര്യങ്ങളൊന്നും പൊതുവെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ ഒന്നുകൂടെ ഓർത്തു വെക്കുക, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായനാ വൈകല്യമാണ്. ദെൻ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുത്തിനുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റിംഗ് ഡിസബിലിറ്റിനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ദെൻ ഡിസ്കാൽക്കുലിയ ഗണിതപരമായിട്ട് കുട്ടി നേരിടുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു വൈകല്യം, അതിനെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ദെൻ ഡിസ്പ്രാക്സിയ മൂവ്മെന്റുമായിട്ട് അല്ലെങ്കിൽ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൈകല്യമാണ് ഡിസ്പ്രാക്സിയ. അനി ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ ലാംഗ്വേജ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള വൈകല്യം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.